നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നൊരു സന്തോഷത്തോടെ നന്ദിയോടെ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. Thank you, Jesus. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. അനുഭവിച്ചറിയുന്നവർ ചേർന്ന് പാട്. എണ്ണമില്ലാതെ ചൊരിഞ്ഞു തിന്മകൾ സർവ്വത്തിൽ നിന്നെ കൺമണി പോലെ കാത്തിടുന്നു. കൺമണി പോലെ കാത്തിടുന്നു. നിൻ മഹാകൃപയ്ക്കായി നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. 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 സങ്കീർത്തനങ്ങൾ 132 5 വാക്യം. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയുടെ ശ്രോതാക്കൾക്ക് അനുഗ്രഹീതമായ പ്രഭാത വന്ദനം ആശംസിക്കുന്നു. നാം ഉറങ്ങിപ്പോയാൽ എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവ വചനം ശ്രദ്ധിക്കാം. കുടപ്പിറപ്പുകളെ, ഉറക്കം മനുഷ്യന് ഒഴിച്ചുകൂടാനാകാത്ത, മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യമായിരിക്കുന്ന, മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് ഉറക്കം. സകല സൃഷ്ടിജാലങ്ങളും ഉറങ്ങാറുണ്ട്. ഉറക്കം ദൈവം മനുഷ്യന് നൽകി തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഒരു ശാരീരിക ഉറക്കത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ അമിതമായ ഉറക്കത്തെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദ്യ വിഷയം. ശരീരത്തിന് ആവശ്യമായ ഉറക്കം ഏവർക്കും ആവശ്യമാണ്. എന്നാൽ ജീവിതത്തിൽ ഉറക്കം മാത്രമായാലോ? അത് അപകടമാണ്, അപകടകരമാണ്. ദൈവമക്കൾ ഉണരേണ്ട കാലം, ഉണർന്നിരിക്കുക, എന്നാൽ ജാഗ്രതയോടെ ഇരിക്കുക, ശ്രദ്ധാലുവായിരിക്കുക എന്നതൊക്കെയാണ് അർത്ഥം. കൂടാതെ ആത്മീയമായി ഉറക്കത്തിലാകാതെ ആത്മീയമായി ഉണർന്നിരിക്കുവാനും ഒരു വിശ്വാസിക്ക് കഴിയണം. ശാരീരിക ഉറക്കത്തിലായിരിക്കുമ്പോഴും ഒരു വിശ്വാസിക്ക് ആത്മാവിൽ ഉണർന്നിരിക്കുവാൻ കഴിയണം. ഉറങ്ങുമ്പോഴും ഹൃദയം ഉണർന്നിരിക്കും എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഭക്തന്റെ എല്ലായ്പ്പോഴുമുള്ള തീരുമാനം, ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല എന്നുള്ളതായിരിക്കണം. ഭക്തന് നൽകുന്ന ഒരു ഉപദേശം ഇപ്രകാരം തിരുവചനം നൽകുന്നതായി കാണുന്നു. സദൃശവാക്യങ്ങളിലാണ് ആ വാക്യം: നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. പ്രിയരെ, ആത്മീയ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളവൻ, ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവൻ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നിമിത്തം ഉറങ്ങിപ്പോകരുത്. ഉറങ്ങിപ്പോയാൽ സംഭവിക്കുന്ന പലവിധ കാര്യങ്ങളെക്കുറിച്ച് തിരുവചനം വ്യക്തമായി മുന്നറിയിപ്പ് നൽകി തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവ് ഉപദേശിച്ചത് നാം മറന്നു പോകരുത്.
കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ഉപമയാണ് സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യം എന്നുള്ള കാര്യം. അവിടെ വിതച്ച വിത്തിന് നടുവിൽ ശത്രു കള വിതച്ചത്. ആ വിതച്ച കളയെ സംബന്ധിച്ച് ശക്തമായ ഒരു ഉപദേശം കർത്താവ് നൽകുന്നുണ്ട്. അതിപ്രകാരമാണ്: നല്ല നിലത്തിന്റെ ഉടമ ഉറങ്ങിപ്പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവൻ ഇപ്രകാരം തീരുമാനിക്കുന്നവനാകണം, ആ തീരുമാനത്തിന് പ്രകാരം പ്രവർത്തിക്കുന്നവനുമാകണം. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. കാരണം ശത്രു എന്നെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട്, ഞാനതിന് ഇടയാക്കുകയില്ല. ശത്രു എന്നെ വഞ്ചിക്കുവാൻ ഇടയാകരുത് എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി ആ ഭക്തൻ ഇപ്രകാരം, ആ നല്ല നിലത്തിൻ്റെ ഉടമ ഇപ്രകാരം തീരുമാനിക്കുന്നു, ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, അതിൻ പ്രകാരം പ്രവർത്തിക്കുന്നു: ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. അങ്ങനെയുള്ളവനോടുള്ള ഒരു മുന്നറിയിപ്പാണ് നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് എന്നുള്ളത്. കാരണം ശത്രു ഉള്ളിൽ കയറാതെ, വിതയിൽ തൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കാതെ നീ അവനെ തടയണം, നീ ശത്രുവിനെ തടയണം. നീ ശത്രുവിനെ തടയണമെങ്കിൽ നീ ഉണർന്നിരിക്കണം. മത്തായിയുടെ സുവിശേഷം 13 ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. പ്രിയരെ, ഉറങ്ങുമ്പോൾ ശത്രു വരും എന്നുള്ളത് നാം അവഗണിക്കാൻ പാടില്ലാത്ത ഒരു മുന്നറിയിപ്പാണ്. ഇത് ദൈവമക്കൾക്ക് തരുന്ന മുന്നറിയിപ്പാണ്. ശത്രു കോതമ്പിന്റെ ഇടയിൽ നല്ല നിലത്ത് കള വിതയ്ക്കുവാൻ കാത്തിരിക്കുന്നു. അവൻ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ഉറങ്ങിപ്പോയാൽ അവൻ കള വിതയ്ക്കുകയും കടന്നു കളയുകയും ചെയ്യും. കള വിതച്ചിട്ട് ആരും കാണാതെ തന്നെ കള വിതച്ചിട്ട് അവൻ വേഗം തന്നെ കടന്നു കളയും. കള വിതച്ച കാര്യം നാം അറിയുക പോലുമില്ല. കാരണം അത് കാണത്തക്കതല്ല. ആ കളയുടെ വിത്ത് കാണത്തക്കതല്ല. കോതമ്പ് എന്ന നല്ല വിത്തിനേക്കാൾ താരതമ്യേന ചെറിയതും എന്നാൽ വളരെ പെട്ടെന്ന്, കോതമ്പിനേക്കാൾ വളരെ പെട്ടെന്ന് കിളിർക്കുന്നതുമാണ്. പെട്ടെന്ന് കണ്ണിന് പെടുന്നതും ആയിരിക്കില്ലത്. കുറെ കഴിയുമ്പോൾ നല്ല വിത്തിനോടൊപ്പം അതും മുളയ്ക്കും. അപ്പോഴേ അറിയുകയുള്ളൂ ശത്രു ഇതിനോടകം വന്ന് കള വിതച്ചു പോയി എന്നുള്ള കാര്യം. ഇതെപ്പോൾ വിതയ്ക്കപ്പെട്ടതെന്ന് അപ്പോഴേ ചിന്തിക്കേണ്ടി വരികയുള്ളൂ. നല്ല വിത്തിനേക്കാൾ വേഗത്തിൽ വളർന്നു വന്ന് കോതമ്പിനേക്കാൾ മുകളിൽ അത് വളരും. പ്രിയരെ, ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ കണ്ണിന് ഉറക്കം കൊടുക്കരുത്, ഉറങ്ങിപ്പോകരുത്. ആത്മാവിൽ നാം ഉണർന്നിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ശത്രു വന്ന് കള വിതയ്ക്കുവാൻ ഇടയാകാതിരിക്കണമെങ്കിൽ നാം ആത്മാവിൽ ഉണർന്നിരിക്കണം. നാം പ്രാർത്ഥനയിൽ ജാഗരിക്കണം. ഇതുവരെയുള്ള നല്ല വേലയുടെ എല്ലാ പ്രയത്നങ്ങളും പാഴാകുവാൻ പ്രിയരെ ഒരു ഉറക്കം മതി, ഒരു അലസത മതി, ഒരു ഉദാസീനത മതി. ജീവിതം നരകതുല്യമാകുവാൻ, കൂട്ടായ്മ തകർന്നു പോകുവാൻ, വിശ്വാസികൾ ആത്മാവിൽ വളരാതെ തളർന്നു പോകുവാൻ, നല്ല നല്ല ബന്ധങ്ങൾ തകർന്നു പോകുവാൻ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തിൽ ചെയ്ത പ്രയത്നങ്ങളൊക്കെ പാഴാകുവാൻ മനുഷ്യന്റെ അനവസരത്തിലെ ഒരു ഉറക്കം മതി. എപ്പോഴും ആത്മീയ ചിന്താഗതിയുള്ളവർ പ്രിയരെ ഉണർന്നും ജാഗരിച്ചും ആത്മാവിൽ ഉണർന്നിരിക്കുകയും കാത്തിരിക്കുകയും പ്രാർത്ഥനയിൽ കാത്തിരിക്കുകയും വേണം. ഇതിനോടകം കള വിതയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അത് വളരുവാൻ അനുവദിക്കാതിരിക്കുക. അത് കണ്ടെത്തി എടുത്ത് കളയുക, കണ്ടെത്തി പറിച്ചു കളയുക. അത് വളരാൻ അനുവദിച്ചുകൂടാ. കള വളരുന്നത് കോതമ്പ് എന്ന് തോന്നുമാറ് ഉള്ള വളർച്ചയാണ്. കോതമ്പിനെ പോലെയൊക്കെ തന്നെ ഇരിക്കും ഒരു പക്ഷെ കളയും വളർന്നു വരുമ്പോൾ. കള നശിപ്പിച്ച് കളയുവാൻ പ്രിയരെ നമ്മുടെ സ്വപ്രയത്നം കൊണ്ടൊരു പക്ഷെ കഴിഞ്ഞെന്ന് വരത്തില്ല. അതിന് കർത്താവിൻ്റെ സഹായം തേടണം. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നാം തേടിയെങ്കിലേ ആ കളയെ നശിപ്പിച്ച് കളയുവാൻ കഴിയുകയുള്ളൂ. കള പറിച്ചു കളയുന്നത് പ്രയാസകരമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അതിന് നിയോഗിക്കും. ആത്മാവിൽ ബലപ്പെട്ടവനെ, കർത്താവിൻ്റെ കരങ്ങളിൽ ഉപകരിക്കുന്നവരെ അതിനുവേണ്ടി കർത്താവ് ഉപയോഗിക്കും.
അതിന് നാം ഇടയുണ്ടാക്കണം. കൂടപ്പിറപ്പുകളെ, വിതയെ ശ്രദ്ധിക്കാനുള്ളവർ, വിതയുടെ വളർച്ചയെ കാത്തിരിക്കുന്നവർ, അതിനെ അവഗണിക്കരുത്. നാം ശ്രദ്ധയോടെ ആത്മീക ജീവിതം നയിക്കേണ്ടവരാണ്. നാം ഉണർന്നിരിക്കേണ്ടവരാണ്. നാം ഉറങ്ങിപ്പോകരുത്. ശത്രു നമ്മെ നോക്കുന്നുണ്ട്. അവൻ അവസരം കാത്തിരിക്കുകയാണ്. അവൻ അവസരം ലഭ്യമാകേണ്ടതിന് വളരെ ശ്രദ്ധാലുവായി അവൻ സൂക്ഷ്മതയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അവൻ കാത്തിരിക്കുന്നു. ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അവസരം കൊടുക്കരുത്. ശത്രു നമുക്ക് മനുഷ്യരാരുമല്ല, സാത്താനാണ്. അതുകൊണ്ട് അവന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. നാം ജീവിതത്തിൽ ഉറങ്ങിപ്പോയാൽ പലവിധമായ കളകൾ വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ അവൻ വിതയ്ക്കും. നാം ഫലം പുറപ്പെടുവിക്കുവാനാവാതെ ആ കളകൾ നമ്മെ ഞെരുക്കിക്കളയും. നമ്മുടെ വളർച്ചയെ അത് ബാധിക്കുന്ന നിലയിൽ നമുക്ക് മേലെ വളർന്നു നിൽക്കുവാനിടയാകും. പ്രിയരെ, അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ഈ മുന്നറിയിപ്പ്, കർത്താവ് തന്നെ നൽകി തന്നിരിക്കുന്ന മുന്നറിയിപ്പ് അധികം ശ്രദ്ധയോടെ നാം കൈക്കൊണ്ട് നാം വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ, പ്രാർത്ഥനയിൽ, ആത്മാവിൽ ഉണർന്നും ജാഗരിച്ചും കൂട്ടായ്മയിലായിരിക്കുവാൻ താല്പര്യപ്പെടുക. ആകയാൽ പ്രിയരെ, നാം ഉണർന്നിരിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഈ പകലിൽ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉറങ്ങിപ്പോകാൻ ഇടയാകാതെ, ഞങ്ങളുടെ കണ്ണിന്, ഞങ്ങളുടെ കൺപോളയ്ക്ക് നിദ്ര കൊടുക്കുവാൻ ഇടയാകാതെ, ഞങ്ങൾ ആത്മാവിൽ ഉണർന്നും ജാഗരിച്ചും ഇരിക്കാൻ, ശത്രു കയറാതെ, ശത്രു കള വിതയ്ക്കാതെ, ഇതിനോടകം അവൻ വിതച്ച കള വളരാൻ സമ്മതിക്കാതെ, കർത്താവെ, അത് നശിപ്പിച്ച് കളയാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകി തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആത്മീയമായ വളർച്ച നൽകി തരണമേ. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ, ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ള കൂട്ടായ്മയായി നിലകൊള്ളുവാൻ, കുടുംബങ്ങളായി, വ്യക്തികളായി നിലകൊള്ളുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലം ഞങ്ങൾ ചോദിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ച് നടത്തുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്ക്. കർത്താവ് ഈ സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നൊരു സന്തോഷത്തോടെ, നന്ദിയോടെ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. Thank you, Jesus. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. അനുഭവിച്ചറിയുന്നവർ ചേർന്ന് പാട്. കൺമണി പോലെ കാത്തിടുന്നു, അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു.
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി